ഇനി ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. 3 പാർട്ടികളും കട്ടയ്ക്ക് മത്സരിക്കുകയാണ്. ത്രികോണ മത്സരമാണ്. മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്തതിനേക്കാൾ തെക്കോട്ട് വരുമ്പോൾ, തെക്കൻ കേരളത്തിൽ വരുമ്പോൾ പൂർണ്ണമായി തന്നെ ഒരു മത്സരത്തിലേക്ക് പോവുകയാണ്. ആരായിരിക്കും അവസാന വിജയം കൊയ്യുക? അത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം LDF വികസനം പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോൾ ഇവിടുത്തെ അധസ്ഥിത അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് UDFും BJPയും ജനങ്ങളെ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ അയ്യപ്പൻ ഒരു വലിയ ഘടകമായിട്ട് തവണത്തെ ഇലക്ഷനിൽ വന്നിരിക്കുന്നു. അതിൽ SITയുടെ ഓരോ ദിവസം നടക്കുന്ന നടപടികൾ ജനങ്ങളെ കൂടുതൽ LDFിൽ നിന്ന് അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവർക്കത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ ഡാമേജ് പരമാവധി കുറയ്ക്കാൻ അവർ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇലക്ഷൻ ഇങ്ങ് അടുത്തുപോയി. 9-ഉം 11-നും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1,64,500 നോമിനേഷനാണ് കിട്ടിയത്. വെറും 23,500 താഴെ വരുന്ന സീറ്റുകളിലേക്ക് മത്സരിക്കാൻ. അപ്പോൾ നമുക്കറിയാം 8 ഇരട്ടി ആളുകൾ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അവസ്ഥ. അതിൽ പലയിടത്തും ത്രികോണ മത്സരം, അതായത് ഒരു 75,000 ആൾക്കാർ ഈ ത്രികോണ മത്സരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് വലിയൊരു പോരാട്ടം തന്നെയാണ്. ഇതിൽ പൂർണ്ണമായിട്ടും കഴിഞ്ഞ തവണ ഈസി വാക്ക് ഓവറായിരുന്നു LDFിനെ സംബന്ധിച്ചിടത്തോളം. 14-ൽ 13 ജില്ലാ പഞ്ചായത്തുകളും അവർ പിടിച്ചടക്കി. കോർപ്പറേഷൻ 6-ൽ 5ഉം പിടിച്ചടക്കി. അതുപോലെ തന്നെ നഗരസഭകളിൽ മാത്രമാണ് ഏതാണ്ടൊരു വലിയ മാർജിൻ വ്യത്യാസമില്ലാതെ 43-ഉം 41-ഉമായിട്ട് LDF UDFും തമ്മിൽ 2-3 ഇതിൻ്റെ മേൽക്കോമേ ഉള്ളൂ. പക്ഷേ ഗ്രാമസഭകളിൽ അങ്ങനെയല്ല. 900 ചില്ലാനം വരുന്ന 1000-ന് അടുപ്പിച്ച് വരുന്ന ഗ്രാമസഭകളിൽ ഏതാണ്ട് ഒരു 70% LDF ആണ് നേടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു മികവിലേക്ക് അവർക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നോ എന്ന് അവർ തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതൊന്ന് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രശ്നങ്ങൾ ഒന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ്. അത് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDF UDF അതിനെ മുതലാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. BJP എന്നാൽ ഇതിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാത്തത് അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ UDFിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും വടക്കും തെക്കും LDF, മധ്യ തിരുവിതാംകൂറും ഏതാണ്ട് മിഡിൽ UDFും ഒക്കെയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തെക്ക് BJP വലിയ ഒരു ശക്തിയായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ, തെക്കൻ ജില്ലകളിൽ BJP ഒരു വലിയ ഘടകം തന്നെയാണ്. അല്ല, BJP ഇപ്പോൾ 6 കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 4 കോർപ്പറേഷനിൽ BJP പ്രധാന ഘടകമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. പ്രത്യേകിച്ച് നാമല്ല വികസന അജണ്ട പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം, തൃശ്ശൂർ മാത്രമല്ല, കോഴിക്കോട് കഴിഞ്ഞ തവണ BJP 22 ഇടങ്ങളിലാണ് 2ാം സ്ഥാനം. അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് 6 സീറ്റ്, BJPക്ക് 6 സീറ്റ്, 3 സീറ്റ് ഈ RSP. അപ്പോ നിലവിൽ വേണമെങ്കിൽ കൊല്ലത്ത് പോലും BJP പ്രതിപക്ഷത്തേക്ക് വരാമെന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരം പ്രദേശങ്ങളിൽ ഓരോരുത്തടത്തും പാനന്തപുരി വികസനം, കൊല്ലം വികസനം, പന്തളം വികസനം, കൊടുങ്ങല്ലൂർ വികസനം എന്ന് പറഞ്ഞ് കാസർഗോഡ് വരെ ഈ വികസന അജണ്ടയുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നീക്കം LDFും UDFും വളരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ UDFിന്റെ അവസ്ഥ എന്തായിരുന്നു? UDFിന്റെ അവസ്ഥ വളരെ പരിതാപകരമാകും. അങ്ങനെയാണെങ്കിൽ 2026-ൽ 3ാം ഊഴത്തിനുള്ള ചാൻസ് വരും. അത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ പ്രധാന സ്ഥലങ്ങളിൽ MLA-മാരെ വരെ അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ശബരിനാഥാണെങ്കിൽ തൃശ്ശൂർ അനിലക്കര നിൽക്കുന്നു. ഇടുക്കിയിൽ, കണ്ണൂരിൽ അവിടുത്തെ പിണറായി വിജയനെതിരെ മത്സരിച്ച നേതാവ് തന്നെ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ശക്തമായ ഒരു മത്സരം അവർ പലയിടത്തും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 6 കോർപ്പറേഷനിലും LDF ചുമതല കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ മുൻമന്ത്രി അല്ലെങ്കിൽ MP, ആ തരത്തിലുള്ളവരെയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് മുരളീധരനാണെങ്കിൽ, കൊല്ലത്ത് VS ശിവകുമാറാണ്,
എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചി നഗരസഭ പിടിക്കാനായിട്ട് സാക്ഷാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വി ഡി സതീശൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. കോഴിക്കോട് രമേശ് ചെന്നിത്തല നിൽക്കുന്നു. കണ്ണൂർ സുധാകരൻ തൻ്റെ തട്ടകത്തിൽ നിന്ന് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നിസ്സാരമായ ഫൈറ്റ് അല്ല നടത്തുന്നത്, വളരെ ഭയങ്കരമായ പോരാണ് നടക്കുന്നത്. പക്ഷേ അതേസമയം കോൺഗ്രസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിമതന്മാരുടെ ഒരു പട തന്നെ കോൺഗ്രസിനകത്തുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ കണ്ട 1,64,000-ൽ കുറേ നോമിനേഷൻ തള്ളിപ്പോയെങ്കിൽ 1,05,000-ഓളം പേരുടെ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 5-ൽ പിന്നെ 4-1 പിന്നെ ആൾക്കാർ ഓരോ ഇതിന് 4 പേരെങ്കിലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ശരാശരി നമുക്ക് പറയാം. അതെല്ലാം പിന്നെ എല്ലാം സ്ഥാനാർത്ഥികൾ മാത്രം, 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, വിമതരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വിമതരുണ്ടെങ്കിലും UDF വിമതരുടെ കൂടുതലാണ്. ആലുവയിൽ വിമതന്മാർ തന്നെ, കോൺഗ്രസ് വിമതന്മാർ തന്നെ ഒരു മുന്നണി പലയിടങ്ങളിലും നാം നോക്കുകയാണെങ്കിൽ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ കൃത്യമായി വിജയിച്ചു കയറാൻ CPM-ന് കഴിയും. അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് വിജയിച്ച് കഴിയും. അപ്പോൾ ആ ഒരു വിജയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ളതിന് പ്രധാന കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെ ഇപ്പം താമരയിലാണ് മത്സരിക്കുന്നത്. നമ്മുടെ സമ്പത്തിൻ്റെ സഹോദരൻ അനിരുദ്ധൻ എന്ന CITU നേതാവിൻ്റെ പല പ്രാവശ്യം MLA MP ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ കസ്തൂരി മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ് എന്ന് പറയുമ്പം നമുക്ക് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെ കണ്ണൂരിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇപ്പോൾ ഉമ്മർ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരാൾ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ്. നരേന്ദ്രമോദിയുടെ ഡയലോഗാണ് അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ BJP-യിൽ ചേർന്നത്. കോണി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് ഈ ഉമ്മർ ഫറൂഖ്. അപ്പോൾ ഇത്തവണ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ഒരു VM വിജയലക്ഷ്മി മത്സരിക്കുന്നു. വിജയലക്ഷ്മി താമരയിലാണ് മത്സരിക്കുന്നത്. പറയുന്നത് കോൺഗ്രസ് സ്ത്രീകളെ ശാക്തീകരിക്കാനൊന്നും ചെയ്യുന്നില്ല, അത് നരേന്ദ്രമോദി വിചാരിച്ചാലേ പറ്റുള്ളൂ, BJP വിചാരിച്ചാലേ പറ്റുള്ളൂ, സ്ത്രീ ശാക്തീകരണം. അപ്പൊ എന്തൊക്കെയാണോ നരേന്ദ്രമോദി അമിത്ഷായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല ഇപ്പം കോൺഗ്രസ് വിമതർ. ഒരു പഞ്ചായത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരു 20 പേരുണ്ടെങ്കിൽ അതിലൊരു 4-5 പേർ മറ്റു പാർട്ടിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BJP-യുടെ എല്ലാ പാർട്ടികളും ഐക്യപ്പെടുന്നതിന്റെ ഒരു വിജയം അല്ല, അത് BJP-യോടുള്ള ആ ഒരു അവഗണന, ചാണകസംഖ്യ എന്നൊക്കെ പറയുന്നത് മാറിയിട്ട് ഇപ്പോൾ ചേകവന്മാരായിട്ട് അവരെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ വേറൊരു പ്രത്യേകത. എവിടെയും BJP-ക്ക് കൊടി ഉയർത്താൻ ഇനി മടിക്കണ്ട എന്നുള്ളതാണ്. അത് ഇത്രത്തോളം വോട്ടായി മാറുമെന്നോ എത്രത്തോളം സീറ്റായി മാറുമെന്നോ ഈ ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളെങ്കിലും അതായത് കഴിഞ്ഞ തവണ 17 പിന്നെ ഗ്രാമസഭകളും 2 മുനിസിപ്പാലിറ്റി ആയിട്ട് നിന്നിരുന്ന അവർ ഇനി അതിൽ എത്രയോ മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് കുറച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് CPM-ൻ്റെ ഭാഗത്തു നിന്നും ആയിരിക്കുന്നതുകൊണ്ട് മെലിയാൻ പോകുന്നത് ഇവർ രണ്ടുപേരായിരിക്കും. അതിൽ കൂടുതൽ മെലിയാൻ പോകുന്നത് ആര് എന്ന് മാത്രമാണ് ഇനി നോക്കാനുള്ളത്. പഞ്ചായത്ത് നേടിയിട്ടും കാര്യമില്ല, കോർപ്പറേഷൻ പിടിക്കുമോ? 2 കോർപ്പറേഷനുകളുണ്ടെന്ന്. അത് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മസ്റ്റായിട്ട് പിടിച്ചെന്ന് പറ്റുകൊള്ളുന്ന തരത്തിലാണ് BJP നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർ തൃശ്ശൂർ കോർപ്പറേഷനിലും അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. ഇവിടെ നരേന്ദ്രമോദി വരും, തിരുവനന്തപുരത്തിൻ്റെ വികസനം പ്രഖ്യാപിക്കും. പക്ഷേ നാട്ടുകാരെ, നിങ്ങൾ BJP സ്ഥാനാർത്ഥിയെ മേയറാക്കൂ, അതുകൊണ്ട് 51 സീറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് തരൂ എന്നാണ് അവരാവശ്യപ്പെടുന്നത്. 51 അല്ല, അവർ 60-ൽ കൂടുതൽ സീറ്റാണ്. 70ഓളം സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. അതിൽ 60ഓളം സീറ്റുകളിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഇവിടെ ശംഖു വരാനാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലും BJP-യുടെ ഒരു നേതാവ് പറഞ്ഞത് 51+1 അത്രയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കും. 51-ൽ അവർ നിർത്താൻ ഉദ്ദേശിച്ചു. 51 ഭൂരിപക്ഷമായി. അപ്പോൾ 51-ഉം പിന്നെ 1-ഉം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇത്തവണ പിന്മാറുള്ളൂ എന്ന് പറയുന്നത്. അതിനൊരു ബേസും ഉണ്ട് അവർ പറയുന്നതിന്. കാരണം 10-35 സീറ്റിൽ അവർക്ക് ഇപ്പം തന്നെ വിജയം നേടിയിട്ടുണ്ട്. ഒരു 10-30ഓളം സീറ്റുകളിൽ അവർ രണ്ടാമതും നേരിയ വോട്ടിന് മൂന്നാമതൊക്കെ വന്നതുണ്ട്. അത് നോക്കുമ്പോൾ ഇപ്പോൾ ശബരിനാഥ് മത്സരിക്കുന്ന കവടിയാറിൽ ഒരു വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി തോറ്റത്. അപ്പം വളരെ ഭയങ്കരമായ ഫൈറ്റാണ് ആ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ ചെറിയ വോട്ടിന് തോറ്റ പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ BJP-ക്ക് നെഗറ്റീവ് ആകുന്ന ചില ഘടകങ്ങൾ, പിന്നെ തിരുമലാനിലിൻ്റെ ആത്മഹത്യ, അതിനുശേഷം ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ, ഇതൊക്കെ
ചില പ്രശ്നങ്ങൾ നിലനിൽപ്പുണ്ട്. അത് പക്ഷേ അതവർ പ്രാദേശികമായി നിലനിർത്തി അവസാനിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി ഫലപ്രദമാകുന്നത് ഇനി വരുന്ന ക്യാമ്പയിനിൽ. ഇപ്പോൾ ക്യാമ്പയിനിങ് തുടങ്ങിയില്ല, ഇനി ക്യാമ്പയിനിങ്ങിലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോഴാണ് ഇതിൽ ഏതൊക്കെ ഡിഫക്റ്റുകൾ ആർക്കൊക്കെ ഉയർത്തിക്കാട്ടി മറ്റൊരാളിനെ വീക്കാക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനമാകുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രത്യേകത സുന്ദരികളും സുന്ദരന്മാരും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേര്, യുവതലമുറ മാത്രമല്ല, യുവതലമുറയിൽ കാണാൻ കൊള്ളാവുന്നവരെ എടുക്കുള്ളന്നേ. അതാണിപ്പോൾ ഈ വിമതന്മാർ കൂടാൻ കാര്യം. സ്വന്തം വാർഡിൽ 5 വർഷമായിട്ട് ചത്ത് കിടന്ന് പണിയെടുത്ത ആളിനെ തഴയുകയാണ്. നിന്റെ മോന്ത അത്ര പോരാ, ഫോട്ടോജനിക്കല്ല, അതുകൊണ്ട് മാറി നില്ല്. അപ്പൊ അവൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോലെ അവൾ പോയി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ 5 വർഷം 10 വർഷവും ഈ പാർട്ടിക്ക് വേണ്ടി ഇവിടെ പണിയെടുത്തിട്ട് എൻ്റെ മോന്ത പോരെന്നും പറഞ്ഞവർ ഇനി എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല, ഞാൻ ആ തൂക്കയറെടുക്കാൻ പോണേന്ന് പറഞ്ഞ് ചിലർ അഭിനയിക്കുന്നു, ചിലർ റിയലായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഇത് ചില്ലറ കളിയല്ല, ഇത് ജീവൻ മരണ പോരാട്ടം നമ്മൾ പറയാറില്ലേ, യഥാർത്ഥ ജീവൻ മരണ പോരാട്ടം. ഈ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് മുഴുവൻ അത് ഈ കുട്ടികളെല്ലാം ഇപ്പോഴത്തെ യുവാക്കളും, അതുകൊണ്ടാണ് ഈ യുവാക്കൾ വരുന്നതാണ് ഈ പ്രശ്നം. യുവാക്കളുടെ വോട്ട് നിർണായകമാണെന്ന് തോന്നുന്നതാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ യുവാക്കളെ പിടിക്കാനാണ് ഈ സുന്ദരന്മാരും സുന്ദരികളെയും സ്ഥാനാർത്ഥികളാക്കി പലരും നിർത്തിക്കുന്നത്. അപ്പോൾ തഴയപ്പെടുന്നവർ വിഷമിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇതുള്ള കാര്യം, ഇതെല്ലാം ഈ ഗ്രാമസഭ, നഗരസഭ, കോർപ്പറേഷൻ, ഇവിടെയാണ് ഈ ഫൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പലപ്പോഴും ഡിവിഷനിൽ ആരാണെന്ന് പോലും പലർക്കും അറിയില്ല. പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ ആരാണ് മത്സരിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് അവർ അന്നേരം ഏതെങ്കിലും ചിഹ്നം കണ്ടിട്ട് ഇനി വോട്ട് ചെയ്താലേ ഉള്ളൂ. കാരണം ഈ ആളിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. മറ്റേതിങ്ങനെ നമ്മുടെ ഒരു വീട്ടുമുറ്റത്തൂടെ രാവിലെയും വൈകിട്ടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, വികസനത്തിൻ്റെ നായിക അല്ലെങ്കിൽ വികസനത്തിൻ്റെ നായിക, സ്വർഗം ഇതാ ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ യുവരത്നം ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, തേരാളി പോരാളി വീരൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കൗൺസിലർ ആരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന ആരാണ്, പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്ന ആരാണെന്ന് പലർക്കും അറിയാം. പക്ഷേ ഡിവിഷനിൽ മത്സരിക്കുന്ന ആരാണ്, ബ്ലോക്കിൽ മത്സരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ജില്ലയിൽ മത്സരിക്കുന്ന ആരാണെന്ന് ആർക്കും പിടിയില്ല. അപ്പം അതിന് ചിഹ്നം നോക്കി കുത്തേണ്ട അവസ്ഥയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.